മുതിർന്ന സ്ത്രീകൾക്കൊക്കെ പല പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അതിലൊന്നാണ് ഇപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂട്രസ് അഥവാ ഗർഭപാത്രത്തിൽ പല പ്രശ്നങ്ങളുള്ളവർ എന്നെ വിളിക്കാറുണ്ട്. ഞാൻ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത് ഗൈനക്കോളജിയിലാണ് കേട്ടോ. അതുകൊണ്ടാവും ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുള്ളത്. അപ്പോൾ പല പല കാര്യങ്ങൾ, യൂട്രസിനകത്ത് മുഴയുള്ളത് പ്രശ്നമാണോ, യൂട്രസിൽ നിന്ന് ബ്ലീഡിങ് ഭയങ്കരമായിട്ട് വരുന്ന പ്രശ്നമാണോ, 50-60 വയസ്സിനോടൊക്കെ അടുക്കുന്നു എന്ന് പറഞ്ഞു. ഈയിടെ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറയുകയുണ്ടായി, മെനപ്പോസൊക്കെ ആയിട്ട് കുറേ വർഷങ്ങൾ 5-6 വർഷങ്ങളോളമായി, പക്ഷേ അതിനുശേഷം ചെറുതായിട്ട് ബ്ലീഡിങ് ആരംഭിച്ചു. ഞാൻ വിചാരിച്ചു ചെറിയ ബ്ലീഡിങ് അല്ലേ, കുഴപ്പമില്ലാതിരുന്നു. പ്രിയപ്പെട്ടവരെ, ചെറിയ ബ്ലീഡിങ് ആണെങ്കിലും വലിയ ബ്ലീഡിങ് ആണെങ്കിലും മെനപ്പോസിന് ശേഷം ഒരു 2-3 വർഷത്തിന് ശേഷം വന്നാൽ അത് ഏകദേശം ക്യാൻസറിൻ്റെ ലക്ഷണം തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണുക എന്നുള്ളതാണ് അതിനുള്ള പ്രതിവിധി. യൂട്രസ് എടുത്തു കളയേണ്ടതായിട്ടും വരാം. പക്ഷേ നമ്മൾ ചെറിയ പ്രശ്നമാണല്ലോ, കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയാൽ പ്രശ്നത്തിലെത്തും കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ആരെങ്കിലും ഉണ്ട്, ഞാനിപ്പോൾ ഇത് പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ചെറിയ പ്രശ്നമല്ലേ എന്ന് വെച്ചാൽ ഒരുപാട് പേര് വെച്ചിട്ടിരുന്നിട്ട് അവസാനം എൻഡോമെട്രിയം എന്നൊക്കെ പറയും. യൂട്രസിൻ്റെ ഉള്ളിലുള്ള ഒരു നേർത്ത ആവരണമാണ്. അതിൽ തിക്കായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ബ്ലീഡിങ് വന്ന് തുടങ്ങും, പക്ഷേ അതിൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു പെട്ടെന്ന് ഇതൊന്ന് തിരിച്ചറിഞ്ഞ് എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിലെത്താൻ സാധിക്കട്ടെ. അധികം പേർക്ക് അറിഞ്ഞുകൂടാ. അതേസമയം യൂട്രസിൽ മുഴകളൊക്കെ ഉണ്ടാകുന്നത് വലിയ പ്രശ്നമില്ല കേട്ടോ. 6 മാസം കൂടുമ്പോഴോ 1 വർഷം കൂടുമ്പോഴോ ഒക്കെ ഒന്ന് സ്കാൻ ചെയ്ത് അത് വലുതാവുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയാൽ മതി. പക്ഷേ ഈ മെനപ്പോസ് എല്ലാം കഴിഞ്ഞ്, മെനപ്പോസിനോടനുബന്ധിച്ച് ബ്ലീഡിങ് ഉണ്ടാവും, അത് പിന്നെയും നോർമലാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ചെറിയ ബ്ലീഡിങ് ആണെങ്കിൽ പോലും പ്ലീസ് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം. നിങ്ങളതിൻ്റെ ബയോപ്സി എടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് മിക്കവാറും യൂട്രസ് റിമൂവ് ചെയ്യാൻ പറയും. അങ്ങനെ വേണമെങ്കിൽ അത് ചെയ്യണേ. അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിക്കുക, മെനപ്പോസ് കഴിഞ്ഞ് ഒരു 2 വർഷത്തിന് ശേഷം ഏത് ചെറിയ ബ്ലീഡിങ് ആണെങ്കിലും നല്ല ലക്ഷണമല്ല. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്. ഇതെല്ലാം ഇനിയിപ്പം നോക്കുമല്ലോ അല്ലേ.